Question paper revision, Chapter 7, System of Particles and Rotational Motion, Part 2. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. A solid sphere of mass m and radius r starts from rest and rolls down along an inclined plane of height h without slipping as shown below. ഇപ്പോൾ ഫിഗറിൽ കാണിച്ച പോലെ ഒരു സ്ഫിയർ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ലിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്, റോള് ഇത് വരികയാണ്. അതിന്റെ റേഡിയസ് r ആണ്, മാസ് m ആണ്, ഇവിടെ ഹൈറ്റ് h ആണ്. ഇനി ചോദ്യതാണ്, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി സ്ഫിയർ വെൻ ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട്. ഇവിടെ ഗ്രൗണ്ടിൽ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്തായിരിക്കും എന്നാണ്. നമുക്ക് ആൻസർ നോക്കാം. കൈനറ്റിക് എനർജി രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജി ഉണ്ട്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് ഹാഫ് i⍵². ഇവിടെ സ്ഫിയറിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐയുടെ വാല്യൂ 2/5 mr² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 2/5 mr² കൊടുക്കുന്നു. നമ്മൾ v is equal to r omega എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒമേഗ is equal to v/r ആണ്. അപ്പോൾ ω² is equal to എന്ത് കിട്ടി, v²/r². r² എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് രണ്ടൊന്നും എന്ത് ചെയ്തു പറഞ്ഞാൽ mv² എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹാഫ് വന്നു, ഇവിടെ എത്ര വരുന്നുണ്ട്, 2/10 വരുന്നുണ്ട്. അപ്പോൾ mv² ഉണ്ട്. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക, 5 + 2/10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7/10 mv². ഇതാണ് എന്തിന് എക്സ്പ്രഷൻ, ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഈ ടോട്ടൽ ഹാഫ് mv² എന്തിന് ഈക്വൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും, mgh-ന് ഈക്വൽ ആയിരിക്കും. അതേ ചോദ്യം തന്നെയാണ്, അതിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഫൈൻഡ് ദ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ദ ബേസ്. ബേസിൽ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി 7/10 mv² ആണ്. അത് പൊട്ടൻഷ്യൽ എനർജി mgh-ന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ടൊന്നും നമ്മൾ m കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, v²ന്റെ വാല്യൂ കിട്ടി 10gh divided by 7. ഇതിൽ നിന്ന് v is equal to √10gh divided by 7. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി √10/7 into √gh. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.2 √gh. 1.2 √gh ആണ് ആൻസർ, വെലോസിറ്റി കിട്ടുന്നത്. അടുത്തത്, a girl rotates on a swivel chair as shown below. ഒരു കറങ്ങുന്ന കസാലയിൽ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ഒരു ഗേള്. വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലാർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആംസ്. ആ ആംസ്, കൈകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആംഗുലാർ സ്പീഡിന്, ആംഗുലാർ വെലോസിറ്റിക്ക് എന്ത് മാറ്റാണ് വരുന്നത്. ഇവിടെ ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുക. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം, L is equal to i⍵. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ കൂടി. ഐയുടെ വാല്യൂ കൂടുന്ന സമയത്ത് L ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. അപ്പൊ ഒമേഗയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. അടുത്തത്, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ ഇതിൽ ഏത് കൺസർവേഷൻ ലോ ആണ് ഉപയോഗിച്ചത് എന്നാണ്. നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് ആണ്. അതിന്റെ പേര് എഴുതിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ട്, നെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെയിം നമ്മൾ എഴുതി. ഇനി അതിനെന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ആംഗുലാർ മൂവ്മെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ഒരു എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൂവ്മെന്റം കോൺസ്റ്റന്റ് ആണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റം. 2018 മാർച്ചിൽ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കൊണ്ട് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഓൺ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ. പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഗർ ഇതാണ് വരുന്നത്. എൻ്റെ I is equal to I0 plus mr² ആണ്. I എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് xy ആണ്. ഇപ്പൊ ഇവിടെ ഫിഗറിൽ നമ്മളിതാ xyയിലുള്ള മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐയുടെ വാല്യൂ. ഇനി I0 എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ഇത് വരുന്നത്. ഇത് സെന്റർ ഓഫ് മാസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടത്തെ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ആണ് I0. ഇനി m മാസ് ആണ്, അതുപോലെ തന്നെ r എന്ന് പറയുന്നത് ആ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ഫോഴ്സ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം r ക്രോസ് f എന്നുള്ളതാണ് ഇക്വേഷൻ. അടുത്തത്,
meter stick is balanced at its center 50 centimeter. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തിരിക്കുന്ന 50 സെന്റിമീറ്ററിൽ മീറ്റർ സ്റ്റിക്കിനെ ബാലൻസ് ചെയ്തിരിക്കുന്നു. When two coins each of mass 5 gram are put at one end on the top of the other at 12 centimeter mark, it is found to be balanced at 45 centimeter. അപ്പോൾ 12 സെന്റിമീറ്റർ മാർക്കിൽ നമ്മൾ ഒരു 5 ഗ്രാമുള്ള രണ്ട് കോയിൻ, അതായത് 10 ഗ്രാം വയ്ക്കുമ്പോൾ ബാലൻസിങ് വരുന്നത് 45 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി സ്റ്റിക്ക്? അപ്പോൾ ഫിഗർ ഇതാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 45ലാണ് ഇപ്പൊ ബാലൻസ് ചെയ്തിരിക്കുന്നത്. 12ൽ എത്ര വെച്ചിരിക്കുന്നു? 10 ഗ്രാം വെച്ചിരിക്കുന്നു. നമ്മൾ സ്റ്റിക്കിന്റെ മാസ് നമ്മൾ എം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അത് 50ലാണ്. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 12ലാണ് ഇത് വെച്ചിരിക്കുന്നത്, ഇവിടെ 45ലാണ് ബാലൻസ് ചെയ്തത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 33 ആണ്. അതുപോലെ തന്നെ 45ൽ നിന്ന് 50ലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർമുല അതാണ് M1R1 = M2R2. ഇപ്പൊ M1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം 10 ഗ്രാം ആണ്. അതുപോലെ തന്നെ ആ ഡിസ്റ്റൻസ് പറയുന്നത് 33 ആണ്. അപ്പൊ 10 × 33 = M2. M2ന്റെ വാല്യൂ നമ്മൾ ഇവിടെ M ആണ്. ഇവിടുന്ന് 50ൽ നിന്ന് 45ലേക്കുള്ള ദൂരം എത്രയാണ്? 5 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എമ്മിന്റെ വാല്യൂ കാണാം. 10 × 33/5 = എത്ര വരുന്നത്? 66 ഗ്രാം ആണ്. അടുത്തത് ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലർ മൊമെന്റം. ടോർക്കും ആംഗുലർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ L = R × P എന്നറിയാം. നമ്മൾ dL/dt എടുക്കുന്നു. dL/dt എടുക്കുന്ന സമയത്ത് നമ്മൾ ആറിനെ നിർത്തിയിട്ട് dP/dt എടുത്തു, പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് dR/dt × P എടുത്തു. ഇനി dP/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F ആണ്, ഫോഴ്സ് ആണ്. dR/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. P എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്. R × F എന്ന് പറയുന്നത് നമ്മൾ ടോർക്കാണ്. R × F അതേപോലെ എഴുതി. V × V യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ VV sin 0 ആണ് വരിക. അതുകൊണ്ട് sin 0ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് 0. അതായത് ഈ സെക്കൻഡ് ടേം എന്തായി മാറി? 0 ആയി. അപ്പൊ R × F മാത്രമായി. R × F എന്ന് പറഞ്ഞാൽ എന്താണ്? ടോ ആണ്. അപ്പൊ നമ്മളുടെ ഡെറിവേഷൻ ആയി. ആ തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്തു. ഏതാണ്? dL/dt = ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം = ടോർക്ക്. അടുത്തത് 2017 ഇംപ്രൂവ്മെന്റിന് ചോദിച്ചത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. എ റിംഗ് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് R റോൾസ് ഓവർ എ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റിംഗ് റോൾ ചെയ്യാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിംഗ് അബൌട്ട് ഡയമീറ്റർ. ആ റിംഗിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. റിംഗിന്റെ സെന്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, IZ-ന്റെ വാല്യൂ അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. IZ = IX + IY. IZ-ന്റെ വാല്യൂ നമുക്കറിയാം MR² ആണ്. അതുപോലെ തന്നെ IX-നും IY-ക്കും നമ്മൾ I എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് MR² = 2I കിട്ടി. ഇതിൽ നിന്ന് I-യുടെ വാല്യൂ കിട്ടിയതാണ് MR²/2. അടുത്തത് ഇൻ കേസ് ഓഫ് ദിസ് റിംഗ് ഷോ ദാറ്റ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാവ് സെയിം വാല്യൂ. ഈ റിംഗിന്റെ കാര്യത്തിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കും ഒരേ വാല്യൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി നമുക്കറിയാം K = ½ mv² ആണ്. ഇനി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാലോ ½ I ω² ആണ്. ഇവിടെ റിംഗിന്റെ കാര്യത്തിൽ I-യുടെ വാല്യൂ എത്രയാണ്? MR² ആണ്, നമുക്കറിയാം. അതുപോലെ ω² പകരം നമ്മൾ V/R² കൊടുക്കുന്നു. അപ്പൊ R² കട്ട് ചെയ്തു. പിന്നെയും വരുന്ന ഏതാണ്? ½ mv². അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ½ mv², അതുപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ത് തന്നെയാണ്? ½ mv² നമുക്ക് കിട്ടി. അടുത്തത് ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ ആംഗുലർ മൊമെന്റം ഡാഷ്. 4 ചോയ്സ് വന്നിട്ടുണ്ട്. ഈസ് ആൾവേസ് 0, ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1, മേ ബി പ്രസന്റ്, ഈസ് ആൾവേസ് ഇൻഫിനിറ്റ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? മേ ബി പ്രസന്റ്. അപ്പൊ ട്രാൻസ്ലേഷൻ മോഷനിൽ ആംഗുലർ മൊമെന്റം ഉണ്ടാവാം. അടുത്തത് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് സ്കീമാറ്റിക്കലി ഷോൺ ഇൻ ഫിഗർ. ഇപ്പൊ ഫിഗറിൽ ഒരു ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷനെ കാണിക്കുന്ന ഒരു ഫിഗർ ആണത്. ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലർ വെലോസിറ്റി. ഇതിൽ ഏത് ഫിഗറിനാണ് കൂടുതൽ ആംഗുലർ വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ളത്? ഫിഗർ 2-നാണ്. കാരണം നമുക്കറിയാം L = I ω ആണ്. അപ്പൊ ഇവിടെ ഈ കേസിൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു
ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ കൂടും. ഇവിടെ എത്തുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫിഗർ 2 ഇത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ കുറയുന്നു, എൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഒമേഗയുടെ വാല്യൂ കൂടും. ഒമേഗയുടെ വാല്യൂ കൂടുക പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി കൂടും. അപ്പൊ ഫിഗർ 2 ആണ് ആൻസർ. അടുത്തത്, ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം. അപ്പൊ ലീനിയർ മൊമെന്റത്തിന് പകരം റൊട്ടേഷണൽ അനലോഗ് ഏതാണ്, ആംഗുലാർ മൊമെന്റം ആണ്. ദ ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം. അപ്പൊ ലീനിയർ മൊമെന്റവും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അതിൽ എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ആണ്, പി എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ആണ്. അടുത്തത്, starting from the equation connecting angular momentum and linear momentum, deduce the relation between torque and angular momentum. അതായത് റിലേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യണം. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി, നമ്മൾ അതിന്റെ ഡി എൽ ബൈ ഡി ടി എടുക്കുന്നു. ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി. ഇതിൽ ഡി പി ബൈ ഡി ടി എഫ് ആണ്, അതുപോലെ തന്നെ ഡി ആർ ബൈ ഡി ടി വി ആണ്. പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ നമുക്ക് ഈ സെക്കൻഡ് ടേം എന്തായി മാറും എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറും. കാരണം വി ക്രോസ് വിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്കിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ടോ എന്ന് കിട്ടി.